Every dream celebration deserves a grand entrance, from timeless Rolls-Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. അങ്കമാലി കാര്യവിചാരണ സദസ്സിന്റെ ആഭിമുഖ്യത്തിൽ സമഗ്ര വോട്ടർ പട്ടിക വിഷയത്തിൽ സംവാദം നടത്തി. അങ്കമാലി കാര്യവിചാരണ സദസ്സിന്റെ ആഭിമുഖ്യത്തിൽ സമഗ്ര വോട്ടർ പട്ടിക വിഷയത്തിൽ സംവാദം നടത്തി. കാര്യവിചാരണ സദസ്സ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് തങ്കച്ചൻ വെമ്പിളിയത്ത് വിഷയാവതരണം നടത്തി. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ കൃത്യമായി വോട്ടർമാരെ നീക്കം ചെയ്തുകൊണ്ട് തങ്ങൾക്ക് എതിരായി നിൽക്കുന്നവരെ അവരുടെ സമ്മതിദാനാവകാശം റദ്ദാക്കുന്ന സമീപനം സ്വീകരിച്ചതിൻ്റെ ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്. ആ പത്രസമ്മേളനത്തെയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നടപടിക്രമങ്ങളെയും എല്ലാം BJP അപലപിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. ഇലക്ഷൻ കമ്മീഷൻ്റെ പക്ഷപാതപരമായ നടപടികളെ വിമർശിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തുമ്പോൾ അതിന് മറുപടി പറയാൻ ബാധ്യതയുള്ളത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ശ്രീ ജ്ഞാനേഷ് കുമാറിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കുമാണ് എന്നിരിക്കെ അവരെ മൗനത്തിലാക്കിക്കൊണ്ട് BJP അതിനോട് പ്രതികരിക്കുന്നതിൻ്റെ ചേതോവികാരം എന്താണ് എന്നാണ്. BJP നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് തങ്കച്ചൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു. RSP ജില്ലാ സെക്രട്ടറി ജോർജ് സ്റ്റീഫൻ, ചെറിയൻ മാഞ്ഞുരാൻ, പോൾ പഞ്ഞിക്കാരൻ, NP അവരാജൻ എന്നിവർ പ്രസംഗിച്ചു. വളരെ വ്യക്തമായി സാക്ഷികളെ അണിനിരത്തിക്കൊണ്ട് രേഖകൾ വളരെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ മാധ്യമപ്രതിനിധികൾക്ക് ഉയർത്താവുന്ന സർവമാന ചോദ്യങ്ങൾക്കും വളരെ വ്യക്തമായ മറുപടി നൽകിക്കൊണ്ട് വളരെ കൃത്യമായി സ്ഥാപിച്ചു. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കുന്നതും ആളെ നീക്കുന്നതുമായ കാര്യത്തിൽ രാജ്യവ്യാപകമായി വളരെ ഗുരുതരമായ രീതിയിലുള്ളതായ ക്രമക്കേടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ആ പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണങ്ങൾക്ക് ശേഷം അതിന് വിശദീകരണം നൽകേണ്ടതായ ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചുകൂട്ടിയതായ വിശദീകരണ യോഗത്തിൽ പത്രപ്രതിനിധികളുടെയും വാർത്താമാധ്യമങ്ങളുടെയും ആളുകളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കൃത്യമായ ഒരു ഉത്തരവും പറയാൻ നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് നമ്മുടെ രാജ്യത്ത് സാധിച്ചില്ല എന്നുള്ളതാണ് ഈ വിഷയം എത്രമാത്രം ഗുരുതരമായ ഒന്നാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യങ്ങൾക്ക് ഒന്നിനു പോലും വ്യക്തമായ ഉത്തരം പറയാൻ ഇലക്ഷൻ കമ്മീഷന് കഴിഞ്ഞില്ല എന്നുള്ളത് ആ ഇലക്ഷൻ കമ്മീഷന്റെ വിശദീകരണങ്ങൾ കണ്ടിട്ടുള്ളതായ സർവ്വ മനുഷ്യനും വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടതായ ഒന്നാണ്. വോട്ടർ പട്ടിക വിവാദത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയതായ ആരോപണങ്ങളുടെ ഏറ്റവും വലിയതായ ഭാഗമെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയാവുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. ഒറ്റയടിക്ക് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്നും 10%, അതായത് 65 ലക്ഷത്തോളം ആളുകളെ നീക്കം ചെയ്യുകയാണ്. ന്യൂസ് ബ്യൂറോ, അങ്കമാലി.